ഇതേപോലത്തെ ഓവർലാപ്പ് വീനൊക്കെ ചെയ്യണമെന്ന് കുറേ ദിവസം ചോദ്യം തുടങ്ങിയിട്ട് എൻ്റെ ഏതോ വീഡിയോ കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ലാട്ട സത്യം പറഞ്ഞാൽ. അങ്ങനെ കുറേ വെട്ടേഷനൊക്കെ എടുത്തിട്ട് നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നെക്ക് വിട്ട് 3.5 ഇഞ്ചും ലെങ്ത്ത് 7.5 ഞാനിവിടെ ഒരു മിനിയേച്ചർ രൂപോട്ട ചെയ്യണത്. ആ 7.5 ഇഞ്ചിൽ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു വീനൊക്കെ റെഡിയാക്കാം. നിങ്ങളുടെ ഒറിജിനൽ ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ. എനിക്കിവിടെ മാച്ചിങ് ആയിട്ട് പഴയ ഒരു ഉടുപ്പിൻ്റെ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വിട്ട് 3 ഇഞ്ചും ലെങ്ത്ത് 10 ഇഞ്ചും ആണ്. ഇതാണ് നമ്മൾ വീനക്കായിട്ട് വെച്ചുപിടിപ്പിക്കുന്നത്. ഇതിനകത്ത് ലേസ് വേണമെങ്കിലും ചെയ്യാട്ട. ഞാനിവിടെ ഒരു സൈഡ് ഇതേപോലെ കളർഫുള്ളാണ്, അതുകൊണ്ട് ലേസ് ഒന്നും വെച്ച് പിടിപ്പിക്കുന്നില്ല. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒറിജിനൽ സൈഡുകൾ ഇതേപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ആ മടക്കിയ വശമാണ് കഴുത്തുമായിട്ട് ചേർന്നിരിക്കേണ്ടത് കേട്ടോ. ഇതേപോലെ കാലിഞ്ച് അകലത്തിൽ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഏറ്റടിയിൽ വരുമ്പോഴൊന്ന് കെട്ടിട്ട് കൊടുത്തേക്ക്. രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്തേക്കട്ടാ. തുടക്കക്കാരാണെങ്കിലും മുകളിൽ നിന്ന് തന്നെ അടിച്ചു കൊടുക്കണമായിരിക്കോട്ടെ നല്ലത്. ഇപ്പം ഇത് ഇങ്ങനെ കിട്ടിയല്ല. ഇനി ആ വി സൈഡിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഡയഗണലായിട്ട് ഒന്ന് കട്ട് ചെയ്യുക. നേരെ കട്ട് ചെയ്ത് ഒന്ന് ചരിച്ചായിട്ട് കട്ട് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്താൽ മതിട്ടാ. ഇനിയാണ് ഇത് ഫ്ലിപ്പ് ചെയ്യേണ്ടത്. ഇതേപോലെ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ വരണം. ഓവർലാപ്പ് വീനക്കാണല്ലോ, അപ്പോൾ ഓവർലാപ്പ് ചെയ്ത് തന്നെ ഇരിക്കണം. ഇനി താഴ്ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ 1/4 ഇഞ്ച്, അവിടെ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അടിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ആ 1/4 ഇഞ്ച് വിട്ടുകൊടുത്ത് മാത്രം അടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതേപോലെ മുകളിൽ കൂടി നല്ല രീതിയിലൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ തുണി മാത്രമല്ല ലേസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ വീനൊക്കെ ചെയ്യാട്ടോ. അടിപൊളിയായിരിക്കുമല്ലോ കേട്ടോ. അത് നമുക്ക് വേറൊരു അവസരത്തിൽ ചെയ്യാട്ടോ. ഇനി താഴ്ഭാഗത്തുള്ള ഈ ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഓവർലേക്ക് ചെയ്ത് കൊടുത്തേക്കട്ടോ. അങ്ങനത്തെ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടോ. ഇനി ഈ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞ വിഷമം പറയരുത്. നമ്മുടെ മോഡൽ ഉണ്ടായതുകൊണ്ട് ഇത് എനിക്കിങ്ങനെ വെച്ച് നോക്കാൻ പറ്റിയിട്ടോ. മോഡലിനൊക്കെ ഇപ്പോൾ എന്താ ചിലവെന്നറിയാമോ?